അങ്ങനെ പത്മജ വേണുഗോപാൽ കൂടണഞ്ഞു. അടുത്തതാരാണെന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. അത് KPCC പ്രസിഡന്റ് ആകാം, പ്രതിപക്ഷ നേതാവാകാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നേതാവാകാം. പലരും ചർച്ച നടത്തിയെന്ന് BJP നേതാക്കൾ തന്നെ പരസ്യമായി പറയുന്നു. ഒന്നും നിഷേധിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നുമില്ല. നേതാക്കൾക്ക് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഈ വിഷയത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതി നോക്കൂ. മലയാള മനോരമയ്ക്കോ മാതൃഭൂമിക്കോ അത് ലീഡ് വാർത്ത പോലും ആയില്ല. ഉൾപേജുകളിലെ വിശകലന സൃഷ്ടികളിൽ പോലും കോൺഗ്രസിനെ തലോടിയുള്ള വാർത്തകൾ. നേരിയ ക്ഷീണം പോലും കോൺഗ്രസിന് പറ്റരുതെന്ന ആ കരുതൽ. ഇവിടെ ഒരു കാര്യം ഓർത്തു നോക്കൂ. വന്ധ്യവയോധികനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് MM ലോറൻസിന്റെ മകളുടെ മകൻ, ഒരു 6ാം ക്ലാസ്സുകാരൻ, രാഷ്ട്രീയത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത പ്രായത്തിൽ ഒരു BJP പരിപാടിയിൽ പങ്കെടുത്തതിനെ വച്ച് നമ്മുടെ മാധ്യമങ്ങൾ എത്ര നാൾ അതിനെ ആഘോഷിച്ചു. CPM ഇതാ തകരുന്നേ എന്ന നിലയിലല്ലേ അവർ വിഷയത്തെ അവതരിപ്പിച്ചത്. അസുഖബാധിതനായ ലോറൻസിനെ പോലും ആക്ഷേപിച്ചു. ഇവിടെയോ എന്തൊരു മിതത്വം. പത്മജ കേവലം ഒരു നേതാവിൻ്റെ മകൾ മാത്രമല്ല, KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ പാർട്ടിയുടെ നയരൂപീകരണം നടത്തുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമായിരുന്നു. പോരാത്തതിന് AICC അംഗവുമാണ്. അവരാണ് കൂടണഞ്ഞത്. ആ കൂടണയൽ രാഷ്ട്രീയമാണ്. കോൺഗ്രസ് പിന്തുടരുന്ന മൃദു ഹിന്ദുത്വത്തിൻ്റെ പരിണിത ഫലം. മറ്റ് സംസ്ഥാനങ്ങളിലെ ഒഴുക്ക് കേരളത്തിലേക്കും എത്തുന്നു. ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് പകരം കൂടുമാറിയ സ്ത്രീയെ തന്തക്ക് വിളിച്ചിരിക്കുന്നു ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ്. തന്തക്ക് പിറക്കാത്ത പണിയാണ് പത്മജ കാണിച്ചതെന്ന് പറഞ്ഞത് വ്യാജ തിരിച്ചറിയൽ കാർഡിന്റെ ബലത്തിൽ നേതാവായ വിദ്വാൻ ടിയാന് പത്മജ നൽകിയ മറുപടിയും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. TV-യിലൂടെ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നയാളെ അവഗണിക്കുന്നുവെന്ന്. ശരിയാണ്, അടിസ്ഥാന തലത്തിൽ സംഘടനാ പ്രവർത്തനം നടത്താത്ത പലരെയും വലതുപക്ഷത്തിനു വേണ്ടി വലതു മാധ്യമങ്ങൾ പൊക്കിക്കൊണ്ടു വന്നിട്ടുണ്ട്. BJP-യിലെ 3 സന്ദീപന്മാർ ഉൾപ്പെടെ ഇങ്ങനെ ഒരുപാട് പേരെ കാണാം. ഈ പാരമ്പര്യത്തിൽ കോൺഗ്രസിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വയലാർ രവിയെയും മറ്റും ഒതുക്കി AK ആന്റണി ഉദിച്ചുയർന്നത് മനോരമയുടെ ബലത്തിലാണ്. AK ആന്റണിയുടെ കഴിവും കഴിവുകേടുമെല്ലാം ഓരോ മലയാളിക്കും അറിയാവുന്നതാണല്ലോ. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന നേതാവായിരുന്നു K കരുണാകരൻ. ആ കരുണാകരന്റെ മകളാണ് ഇപ്പോൾ കൂടണഞ്ഞത്. ആ മകളെ തെറി വിളിക്കുന്ന ഈ മാങ്കൂട്ടങ്ങൾ എന്തുകൊണ്ട് ആന്റണിയുടെ മകൻ കൂടണഞ്ഞപ്പോൾ അമ്പഴങ്ങാ വിഴുങ്ങി? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവസാന ലാപ്പിൽ ആന്റണിയെ ഇറക്കുമോ? ദേശീയ രാഷ്ട്രീയം ഒരിക്കലും പറയാത്ത ആന്റണി ഇത്തവണയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് മാർക്സിസ്റ്റ് പൈശാചികതയെക്കുറിച്ച് വാചാലനാകുമോ? പത്തനംതിട്ടയിൽ ആന്റണി മകനെതിരെ എന്തെങ്കിലും പറയുമോ? പറയാനിടയില്ല. എലിസബത്ത് ആന്റണി പറഞ്ഞത് മകൻ BJP-യിലേക്ക് പോയത് അച്ഛൻ അംഗീകരിച്ചു എന്നാണ്. അതായത് അച്ഛൻ്റെ അംഗീകാരത്തോടെയാണ് മകൻ പോയതെന്ന്. അന്ന് മകൻ പോയപ്പോൾ കേട്ട കഥ കേന്ദ്ര ഏജൻസികളുടെ ചില കുരുക്കുകൾ വീണിരുന്നു എന്നാണ്. ഇപ്പോൾ പത്മജയുടെ യാത്രയ്ക്ക് പിന്നിലും അത്തരം കഥകൾ കേൾക്കുന്നു. ഏതായാലും ആന്റണിയുടെയും കരുണാകരൻ്റെയും മക്കൾ പോയതിൽ ഒരത്ഭുതവും കാണേണ്ടതില്ല. ഓർമ്മയില്ലേ മാറാട് കലാപം? അന്ന് ന്യൂനപക്ഷങ്ങളെ മാറാട് നിന്നും അടിച്ചോടിച്ചപ്പോൾ AK ആന്റണി ആയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അന്ന് മുഖ്യമന്ത്രിയുടെ RSS പക്ഷ നിലപാട് വിമർശിക്കപ്പെട്ടു. അന്ന് ആന്റണി പറഞ്ഞു ന്യൂനപക്ഷങ്ങൾ സംഘടിത ശക്തിയിൽ വിലപേശുന്നുവെന്ന്. പിന്നെയും പലതവണ ന്യൂനപക്ഷങ്ങളെ ആക്ഷേപിച്ചു. മുഖ്യമന്ത്രിയാകാൻ തിരൂരങ്ങാടിയിലെ ലീഗ് സിറ്റിംഗ് സീറ്റ് ഇരന്നു വാങ്ങിയ ആളാണ് പിന്നീട് ലീഗിനെയും ആക്ഷേപിച്ചത്. ആ ആന്റണിയുടെ മകന് കൂടണയാൻ ഒരാശങ്കയും ഉണ്ടായില്ല എന്നത് അത്ഭുതമല്ല. സമാനമാണ് പത്മജയുടെ കാര്യവും. വർഗീയ ശക്തികൾക്കൊപ്പം പോയ പെങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ചു എന്നാണ് ആങ്ങള പറയുന്നത്. അങ്ങനെ പറയും മുമ്പ് ചരിത്രമൊന്ന് പരിശോധിക്കണം. 1991 കുപ്രസിദ്ധമായ കോലീബി സഖ്യത്തിന്റെ സൂത്രധാരനാണ് K കരുണാകരൻ. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കരുണാകരൻ RSS വോട്ട് മൊത്തമായും ചില്ലറയായും വിലക്കു വാങ്ങി. അന്നൊന്നും BJP-ക്ക് കേന്ദ്ര ഭരണമില്ലായിരുന്നു, ഒഴുക്കാൻ പണമില്ലായിരുന്നു. അതുകൊണ്ട് വോട്ട് വിറ്റ് കാശാക്കി. ഇപ്പോൾ കേന്ദ്ര ഭരണമുണ്ട്, കാശുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്നും വോട്ടല്ല വിലക്ക് വാങ്ങുന്നത്, പകരം അടപടലം നേതാക്കളെ വിലക്ക് വാങ്ങുന്നു. ഈ പട്ടിക ഇന്നലെ തുറന്നതല്ല. പട്ടിക നോക്കൂ. അനിൽ ആന്റണി, ആന്റണിയുടെ മകൻ. ടോം വടക്കൻ, AICC വക്താവ്. C രഘുനാഥ്,
കണ്ണൂർ DCC വൈസ് പ്രസിഡന്റ്, മുൻ ധർമ്മടം മണ്ഡലം സ്ഥാനാർത്ഥി. അബ്ദുള്ള കുട്ടി, മുൻ MLA. ഡോക്ടർ KS രാധാകൃഷ്ണൻ, PSC ചെയർമാൻ, വൈസ് ചാൻസലർ, കോൺഗ്രസിന്റെ സൈദ്ധാന്തികൻ. ഡോക്ടർ M അബ്ദുൾ സലാം, മുൻ കാലിക്കറ്റ് VC. പത്മജ വേണുഗോപാൽ, കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. KK നാരായണൻ, കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി. പന്തളം സുധാകരന്റെ അനുജൻ പ്രതാപൻ, OBC കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VR മോഹനൻ. തൃശൂർ INTUC ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽ പൊറ്റേക്കാട്ട്. രാമൻ നായർ, മുൻ ദേവസ്വം ബോർഡ് ചെയർമാൻ. J പ്രമീളാദേവി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം. 14-ാമതാണ് പത്മജ. ഈ പട്ടികയിൽ കയറിക്കൂടാൻ പലരും ക്യൂവിലാണ്. എനിക്ക് തോന്നിയാൽ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ് തൊട്ട് ആരൊക്കെ എപ്പോഴൊക്കെ എന്നാണ് അറിയാനുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസുകാരായിരുന്ന 11 മുഖ്യമന്ത്രിമാരാണ് BJPയിൽ ചേർന്നത്. PCC പ്രസിഡന്റുമാർ, കേന്ദ്രമന്ത്രിമാർ, MP മാർ, MLA മാർ തുടങ്ങി നിരവധി പേർ. നിലവിൽ ആസാം, ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാന മുഖ്യമന്ത്രിമാരും പല കേന്ദ്രമന്ത്രിമാരും MP മാരും MLA മാരും പഴയ കോൺഗ്രസുകാരാണ്. അങ്ങനെ കോൺഗ്രസ് പണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽപ്പനയ്ക്ക് വെച്ച് സ്വകാര്യവൽക്കരണത്തിന് ആക്കം വെച്ച പോലെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ തന്നെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. IPL മത്സരങ്ങളിലേക്ക് ക്രിക്കറ്റ് താരങ്ങളെ ലേലം വിളിക്കും പോലെ സ്ഥാനമാനങ്ങളും കാശുമാകുന്ന എല്ലിൻ കഷ്ണങ്ങളും വെച്ച് നീട്ടി മാടി വിളിക്കുകയാണ്. നാളെയാണ് എന്ന ലോട്ടറി പരസ്യം പോലെ നാളെയാണ് വരൂ കടന്നു വരൂ എന്ന പരസ്യവാചകവുമായി BJP കട തുറന്നു വെച്ചിരിക്കുന്നു. നെറികെട്ട കച്ചവട രാഷ്ട്രീയവുമായി. ആ നെറികേടിലേക്ക് ഈയാമ്പാറ്റകളെപ്പോലെ വീഴുന്ന കോൺഗ്രസുകാരോട് ഒരു സഹതാപവുമില്ല. കാരണം അവർ തുടരുന്ന രാഷ്ട്രീയവും BJPയുടെ രാഷ്ട്രീയവും ഒന്ന് തന്നെയാണ്. BJPയോട് സമരസപ്പെട്ടു പോകുന്ന ഈ കളി കോൺഗ്രസ് കളിക്കുന്നിടത്തെല്ലാം അവരുടെ സർവനാശമാണ് സംഭവിക്കാൻ പോകുന്നത്.